നോൺ സീൻ വാവ്. നമുക്കറിയാം പുരുഷന്മാരല്ലേ, ആരാണെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് കൾച്ചറിലാണെങ്കിലും ഏത് സമൂഹത്തിലാണെങ്കിലും ഏത് കുടുംബത്തിലാണെങ്കിലും ഏത് ഏജിലാണെങ്കിലും അവർക്ക് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ തന്നെയാണ്. ഭയങ്കര അട്രാക്ഷൻ ആണല്ലേ. എന്ത് തരത്തിലുള്ള അട്രാക്ഷനാ? സ്ത്രീകളുടെ ലുക്സ് അല്ലെ, അവരുടെ ആ ഒരു അപ്പിയറൻസ് അല്ലെ, അവർ ആ ഒരു ഒരുങ്ങി ഭംഗിയായിട്ടുള്ള ആ ഒരു കാഴ്ച, അവരുടെ രീതികൾ അല്ലെ. നമ്മൾ വിചാരിക്കും ഓ ഞാൻ അത്ര ഭംഗിയായിട്ടൊന്നും അല്ലല്ലോ ഡ്രസ്സ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ഫുൾ കവേർഡ് ആണല്ലോ. പക്ഷെ നമ്മളുടെ മാനേഴ്സ് ഉണ്ടല്ലോ, നമ്മളെ സുബ്ഹാനല്ലാഹ് പുരുഷന്മാർക്ക് നമ്മളെ സംസാര രീതി പോലും അട്രാക്റ്റീവ് ആണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സംസാരം, നമ്മളെ മാനറിസങ്ങൾ, നമ്മളെ ആക്ഷൻസ്, സുബ്ഹാനല്ലാഹ് നമ്മൾ ഡ്രസ് ചെയ്യുന്ന സ്റ്റൈല്, നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഇതെല്ലാം പുരുഷന്മാരില് അട്രാക്ഷൻ ആക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടിട്ടുള്ളതാണ്. ദി ലവ് വിമൻ. ഓക്കെ, ഇതൊരു ഫാക്റ്റ് ആണ്. ഇതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റൂല. ഒരു പുരുഷനും പറയാൻ പറ്റൂല ഇല്ല എനിക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല. അങ്ങനെ ഒരു പ്രശ്നം ദുനിയാവിലുണ്ട്. പക്ഷെ അതൊരു രോഗത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അത് നാച്ചുറൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അത് ഒന്നെങ്കിൽ കളവാണ്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊരു ചികിത്സിച്ച് മാറ്റേണ്ട രോഗമാണ്. അപ്പം അങ്ങനെ ആള് പറയുന്നുണ്ടെങ്കിൽ അത് എന്താണ്, അതിനകത്ത് സത്യസന്ധത ഇല്ല എന്ന് പറയാം. ഈ ഷഹ്വ, സ്ത്രീകളോടുള്ള ഈ ഒരു ഇഷ്ടം പുരുഷന് നാച്ചുറൽ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടിട്ടുള്ളതാണ്. എല്ലാ പുരുഷന്മാരിലും വളരെ നാച്ചുറൽ ആണ്. ഓരോ പുരുഷന്റെ ഹൃദയത്തിലും ഇത് അള്ളാഹു ഇട്ടിട്ടുണ്ട്. അവർക്ക് സ്ത്രീകളിൽ അട്രാക്ഷൻ ഉണ്ടാവുക, ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാവുക നമ്മൾ കാണുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത് കാണുന്നുണ്ട് അല്ലെ. പുരുഷന്മാരെ സ്ത്രീകളെ നോക്കുന്നതിലുള്ള ഒരു ഡിഫറൻസും. സുബ്ഹാനല്ലാഹ്, ഈവൻ നമ്മൾ വെറുതെ ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബിൽ ബോർഡുകളൊക്കെ കാണും അല്ലെ, പരസ്യങ്ങൾ, ഇനി ടി വിയിൽ വരുന്ന പരസ്യങ്ങൾ, നമ്മൾ ഫോൺ എടുത്താൽ യൂട്യൂബ് തുറന്നാൽ കാണുന്ന പരസ്യങ്ങൾ, പോസ്റ്റേഴ്സ്, എല്ലാ സ്ഥലത്തും നമ്മൾ പൊതുവേ കാണുന്ന ഒരു സംഭവമുണ്ട്. സ്ത്രീകള് ഭംഗിയായിരിക്കണം അല്ലെ. സ്ത്രീകളെ എത്രത്തോളം ഭംഗിയാക്കി, എത്രത്തോളം എക്സ്പോസ് ചെയ്തിട്ട്, എത്രത്തോളം ബ്യൂട്ടിഫൈ ചെയ്ത് കാണിക്കാവോ അത്രയും ബ്യൂട്ടിഫൈ ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? പുരുഷന്മാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോകത്തിന്റെ സൈക്കോളജിയാണ് അതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിനെ സ്വീകരിക്കുന്നോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ദുനിയാവ് ആ സൈക്കോളജിയിലാണ് വർക്ക് ആവുന്നത്. സുബ്ഹാനല്ലാഹ്, പുരുഷന്മാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈവൻ എന്തൊരു അഡ്വർടൈസ്മെന്റും, പുരുഷന്മാർ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അഡ്വർടൈസ്മെന്റിന് പോലും സ്ത്രീകളുടെ ഭംഗിയാണ് കാണുന്നത് അല്ലെ. ചില കാറുകളുടെ ഒക്കെ പരസ്യത്തിൽ കാണാം. പക്ഷെ ചില കാറുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ആണുങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് മാസ്കുലിൻ കാറുകളായിരിക്കും. അതിനും സൈഡിൽ ഒരു പെണ്ണ് ലേക്ക് ഒരു കഷ്ണം പാവാടയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ? പുരുഷന്മാർക്ക് അതിനോടുള്ള ഒരു അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ടല്ലേ. ഇനി സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെയും പരസ്യം സ്ത്രീകൾ തന്നെയാണ്. അതെന്തിനു വേണ്ടിയിട്ടാ? ഈ സ്ത്രീകൾക്ക് ഞാൻ അവളെ പോലെ ആവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ ആ പെണ്ണിനെ പോലെ ആവുന്നത്? ആ ഭംഗിയുള്ള പെണ്ണിനെ പോലെ ഉള്ള ആണുങ്ങൾക്ക് നമ്മളെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് വളരെ നാച്ചുറൽ ആണ്. പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മുടെ ദീനില് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോട് പറഞ്ഞിട്ടുള്ളത് പ്രൊട്ടക്ട് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ സംരക്ഷിച്ചേ മതിയാവും. ഏത് പുരുഷനും നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്നെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല അല്ലെ, ഞാൻ ഭയങ്കര അട്രാക്റ്റീവ് ഒന്നും അല്ല, അപ്പൊ പിന്നെ അതിലെന്താ കാര്യം? പുരുഷന്മാര് സ്ത്രീകളെ കണ്ട് എൻജോയ് ചെയ്യും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സംരക്ഷിച്ചോ. ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ, ഒരു പുരുഷനുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ, പുരുഷന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ പ്രൊട്ടക്ട് യുവർ സെൽഫ്. നിങ്ങളുടെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ അന്തസ്സ്, നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. കാരണം നിങ്ങൾ അത്ര ചീപ്പല്ല, വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റേ അല്ല. കാണുന്ന എല്ലാവർക്കും എൻജോയ് ചെയ്ത് പോവാനുള്ള അല്ലെ. നമ്മൾ ഏറ്റവും വിലപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ എവിടെയാ വെക്കുക? ലോക്കറിന്റെ ഉള്ളില്. അത് നാട്ടുകാർക്ക് കാണാനിടോ? ഇല്ല. പക്ഷെ നമുക്ക് കൊടുക്കുന്ന വാല്യൂ എന്താ? നമ്മൾ തന്നെ ആലോചിച്ച് നോക്കാം. ഞാൻ എത്രത്തോളം വാല്യൂബിൾ ആണെന്ന് ഞാൻ തന്നെ ആലോചിക്കണം അല്ലെ. ഞാൻ വാല്യൂബിൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അല്ലെ, നമ്മൾ വീട്ടിൽ പുറത്തിടുന്ന സാധനങ്ങളും അകത്തെടുത്ത് വെക്കുന്ന സാധനങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആലോചിച്ചാൽ മതി. എത്രത്തോളം വാല്യൂബിൾ ആയിട്ടുള്ള, എത്രത്തോളം ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ അകത്ത് വെക്കുന്നത്, എത്രത്തോളം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പുറത്ത് വെക്കുന്നത്. ആരും കണ്ടാ എടുത്തുകൊണ്ട് പോകൂല എന്ന് ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ പുറത്ത് വെക്കുള്ളൂ അല്ലെ. അപ്പം നമ്മൾ തീരുമാനിക്കുക നമ്മൾ എത്രത്തോളം വാല്യൂബിൾ ആണെന്ന്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ നമ്മളെ കാണിക്കുക എന്നുള്ളത് പോലെയല്ല, ഈവൻ നമ്മുടെ സംസാരത്തിലുള്ള ഒതുക്കം. അനാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലും പുരുഷന്മാരോട് കയറി സംസാരിക്കാതിരിക്കുക. ആവശ്യമാണെങ്കിൽ അത് ഡിഗ്നിറ്റിയോടുകൂടി പ്രസന്റ് ചെയ്യുക. ഓക്കെ,
ഓക്കെ, വളരെ, അതായത് അവർക്ക് നമ്മളടുത്ത് ബഹുമാനം തോന്നുന്ന, ചെറിയ തോതിൽ ഭയം കൂടെ തോന്നുന്ന രീതിയിൽ തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവരും വേണമെങ്കിൽ എൻജോയ് ചെയ്തോട്ടെ, എല്ലാവരും വേണമെങ്കിൽ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, ഞാൻ ഭയങ്കര സ്മാർട്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന കേട്ടോ. കാരണം അള്ളാഹാണ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്, പുരുഷന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളയാണ്. അള്ളാഹ്ക്ക് അറിയാം ഇവര് ഏതാ ടൈപ്പ് എന്ന്, അല്ലെ? അള്ളാഹ്ക്ക് നല്ല വൃത്തിക്ക് അറിയാം അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ പ്രത്യേകത. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അള്ളാഹ് അത് കൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അതിനകത്ത് സ്വഹീഹ് ബുഖാരിയിൽ വന്നത്, പുരുഷന് സ്ത്രീയേക്കാൾ വിനയായ ഒരു ഫിത്നയും ഞാൻ എന്റെ കാലശേഷം വിട്ടേച്ചിട്ടില്ല. അപ്പൊ അതിനേക്കാളും മോശമായിട്ടുള്ള ഒരു ഫിത്ന ദുനിയാവിൽ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ട് പോയതാട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളൊക്കെ ഭയങ്കരമായിട്ട് എടുക്കുന്ന ആൾക്കാരല്ലേ നമ്മള്. ആ പ്രവചനത്തിന് നമ്മൾ എത്ര വാല്യൂ കൊടുക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചു നോക്കാം. അപ്പൊ അതിനേക്കാളും വലിയൊരു ഫിത്ന ദുനിയാവിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാ പറഞ്ഞത്. പുരുഷന്മാര് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഫിത്നയാണ് സ്ത്രീകൾ. അപ്പം അത് പുരുഷന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? ഈ ഒരു ഇഷ്ടം, സ്ത്രീകളോടുള്ള ഇഷ്ടം വളരെ നാച്ചുറൽ ആണ്, അതുകൊണ്ട് എനിക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പോണ വഴിക്കുള്ള എല്ലാ സ്ത്രീനെയും ഞാൻ എൻജോയ് ചെയ്യും എന്ന് പറയാണോ അവർ ചെയ്യേണ്ടത്? ഇത് നാച്ചുറൽ അല്ലേ? ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഇച്ഛയല്ലേ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉള്ളിൽ ആ ഡിസയർ ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ടെസ്റ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? കൺട്രോൾ ചെയ്യണം. അവരാ ഇച്ഛകള് ഹലാലായിട്ടുള്ള വഴികളിലൂടെ ഫുൾഫിൽ ചെയ്യണം, അല്ലെ? അള്ളാഹു അനുവദിച്ചിട്ടുള്ള രീതികളിലൂടെ ഫുൾഫിൽ ചെയ്യണം. അപ്പം മിനൻ നിസാഇ വൽ ബനീൻ, ആൺമക്കള്. ഓക്കെ, ബനീൻ എന്ന് പറയുന്നത് ഇബ്നിന്റെ പ്ലൂറലാണ്. ആളുകള് ആൺമക്കൾ ഉണ്ടാവുന്ന കാര്യവും ഭയങ്കര അട്രാക്റ്റീവ് ആണ് ആൾക്കാർക്ക്. അതും ഒരു ഷഹവയാണ്. സുബ്ഹാനല്ലാഹ്. ഹുബ്ബു ഷഹവാത്ത്, ഇഷ്ടം. ഫസ്റ്റ് സ്ത്രീകള്, രണ്ടാമത് ആൺമക്കള്. ആൺകുട്ടികൾക്ക് ആൺമക്കൾ ഉണ്ടാവാൻ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെ? എല്ലാവർക്കും ഒന്നും ഒരുപക്ഷെ ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ജനറലി പണ്ട് മുതലേ ഉള്ള, ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും 1000 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഈവൻ ഇപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനിലും പല കൾച്ചേഴ്സിലും പല ആളുകൾക്കും ആൺകുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്തോ ഒരു ഭയങ്കര, അല്ലെ, സംഭവമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആൺകുട്ടികൾ ഉണ്ടാവുക, പെൺകുട്ടികളെക്കാളും കൂടുതൽ ആൺകുട്ടികളോടുള്ള ഇഷ്ടമുണ്ടാവും. ചില പെൺകുട്ടികൾ തന്നെ പറയുന്നേക്കാം, എന്റെ ഉമ്മക്കുപ്പക്കും എന്നെക്കാളും ഇഷ്ടം ബ്രദറിനെയാണ്, ഞാൻ അവരോട് എത്ര നല്ലോണം പെരുമാറിയിട്ടും അവർ പറയുന്നതൊക്കെ അനുസരിച്ചിട്ടും അവർക്ക് ഇഷ്ടം ഇക്കാക്കനോടാണ്, അല്ലെ? അല്ലെങ്കിൽ ആൺകുട്ടികളോടാണ്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാ? അവൻ ആൺകുട്ടി ആയതുകൊണ്ട്. അപ്പൊ ആൾക്കാരുടെ അള്ളാഹ് ഇട്ട് കൊടുത്തിട്ടുള്ള സാധനമാണിത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു ഇഷ്ടം, എന്ത്? ആൺമക്കളോടുള്ള ഇഷ്ടം. പക്ഷേ അത് ഭയങ്കര എക്സ്ട്രീം ആയിട്ട് പോകുന്ന കേസസും ഉണ്ട്, അല്ലെ? ഏതറ്റം വരെയും വേണ്ടി, അതായത് ആൺകുട്ടികൾ ഇല്ലെങ്കിൽ അത് ഉണ്ടാവാൻ വേണ്ടി ഷിർക്കിലേക്ക് പോകുന്നതും, അല്ലെ, ഖബറിടങ്ങളിലുള്ള ഔലിയാക്കളുടെ അടുത്ത് ദുആ ചെയ്യുന്ന ഒരു അവസ്ഥകളിലേക്കൊക്കെ പോകുന്ന ആൾക്കാരും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി വേറെ ചിലര് ഇപ്പം സ്വാഭാവികമായിട്ടും കുടുംബത്തിൽ ഒരു ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആണുങ്ങളായിരിക്കും നടത്തല്ലേ. അപ്പം അത് നോക്കി നടത്താൻ ഒരു മകനില്ല എന്ന് കാണുമ്പോൾ വേറൊരു പെണ്ണിനെയും കൂടെ കല്യാണം കഴിച്ചു വെക്കും. അവൾക്കും രണ്ടാമത് ഭാര്യയിലും ഉണ്ടെങ്കിൽ മൂന്നാമതും കഴിച്ചു വെക്കും. ഒരു ആൺകുട്ടി ഉണ്ടാവുന്നത് വരെ അവന് തൃപ്തി ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ പറഞ്ഞ ഇഷ്ടം എന്താണ്? ഹുബ്ബു ഷഹവാത്തിൽ പെട്ടതാണ്, വളരെ കോമൺ ആണ് ചില കൾച്ചേഴ്സിൽ പ്രത്യേകിച്ച്. ഓക്കെ, ആൺകുട്ടികൾ ഉണ്ടാവാന്ന് പറയുന്ന ആ ഒരു ഷഹവ, ഹൃദയങ്ങൾ ആഗ്രഹിക്കുക. അവരുടെ ഏത് പ്രായമാണെങ്കിലും ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഏത് കാലഘട്ടമാണെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹിക്കുക. അത് ഏതറ്റം വരെയാന്ന് വെച്ചാൽ അതും ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തു നഹ്ലില് ആയ നമ്പർ 58 പറയുന്നുണ്ട്, അവരിൽ ഒരാൾക്ക്, അതായത് ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, ഒരു പെൺകുഞ്ഞ് പിറന്നതായി സന്തോഷ വാർത്ത ലഭിച്ചാൽ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം, ദുഃഖത്താൽ അവന്റെ മുഖം കറുത്തിരുളും. സുബ്ഹാനല്ലാഹ്. ആ പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖം അങ്ങോട്ട് ഇരുണ്ടു പോകും വിഷമം കൊണ്ട്. ആ ഒരു വല്ലാത്ത, അല്ലെ, ആ ഒരു ഇരുണ്ടു പോകുന്ന പറയുന്നത് അവരുടെ മുഖത്ത് ആ ഒരു മനസ്സിലുള്ള ഒരു വെല്ലായ്മ അല്ലെങ്കിൽ ഒരു ലജ്ജ കാരണം മുഖം ഇരുണ്ടതായിട്ട് തോന്നിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ അതും എക്സ്ട്രീം ആവുമ്പോൾ അത് പ്രശ്നമാണ്, അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞ സ്ത്രീകളോടുള്ള ഷഹവ, ഒരു ഇഷ്ടം എന്ന് പറയുന്നത് അത് സെക്ഷൽ ആയിട്ടുള്ള, അല്ലെ, ആ ഒരു ശാരീരികമായിട്ടുള്ള ഒരു ഇച്ഛയാണ്. എന്നാൽ ഈ ആൺമക്കളോടുള്ള ഷഹവ എന്ന് പറയുന്നത് അത് ഫഖ്റാണ്. ഫഖ്ർ എന്ന് പറഞ്ഞാൽ അഭിമാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഷർഫ് അല്ലെങ്കിൽ ഓണർ, ഡിഗ്നിറ്റി, അന്തസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം എന്റെ ചുറ്റുപാടുള്ളവരെക്കാളും
ഞാനൊന്ന് തല ഉയർത്തി നിൽക്കണമെങ്കിൽ എനിക്ക് ആൺകുട്ടികൾ വേണം, അവരെക്കാളും കൂടുതൽ ആൺകുട്ടികൾ വേണം, അല്ലെങ്കിൽ എൻ്റെത് എല്ലാ ആൺകുട്ടികളാവണം, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെങ്കിലും വേണം അല്ലെ. അതൊരു ഫഹ്റിന്റെ ഭാഗമാണ്, ഷെറഫിന്റെ അന്തസ്സിന്റെ ഭാഗമായിട്ട് ആളുകൾ കാണുന്നത്. ഇനി വേറെ എന്താണ് ആൾക്കാരുടെ ഇച്ഛകളിൽ പെട്ടത്? വൽഖനാതീരിൽ മുൻഖതർ മുഖന്തറ. വൽഖനാതീരിൽ മുഖന്തറ എന്താണ്? അട്ടിയിടപ്പെട്ട കൂമ്പാരങ്ങൾ. എന്തിന്റെ? മിന ദഹബി വൽ ഫിദ്ദതി, സ്വർണത്തിന്റെയും വെള്ളിയുടെയും. വൽ ഖനാതീരിൽ മുഖന്തറ. ഖനാതീർ എന്ന് പറയുന്നത് ഖിൻതാറിന്റെ പ്ലൂറലാണ്. ഖിൻതാർ റൂട്ട് ഖാഫ് നൂൻ തോ റ, ഖിൻതാർ. ഖിൻതാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു സംഭവം ഹീപ്പപ്പ് ചെയ്യുക, അതായത് അട്ടിയിടുക, ലെയർ ആക്കിയിട്ട് വെക്കുന്നതിന് ഖിൻതാർ എന്ന് പറയുന്നത്. ഓക്കെ, കുന്നുകൂടുക, കൂമ്പാരമാകുക, അട്ടിയാക്കുക, അതുപോലെ കുറെ ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, ഖന്തറ എന്ന് പറയുന്നത് സെയിം റൂട്ടിൽ നിന്നാണ്. ഖന്തറ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പാലം ആണ്. പാലം എന്ന് പറയുന്നത് പൊതുവെ എവിടെയാണ്? താഴെ എന്തെങ്കിലും ഉണ്ടാവും അല്ലെ, അതിന്റെ മുകളിൽ ഒരു ഹൈറ്റിൽ ഉണ്ടാക്കുന്ന സാധനം. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു വാക്ക് മൾട്ടിപ്പിൾ കുറേ ഫ്ലോറുകളുള്ള ബിൽഡിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു റൂട്ട് വരുന്ന വാക്ക് ഹൈറ്റിനെ സൂചിപ്പിക്കണം. ഓക്കെ, എന്തെങ്കിലും ഒന്നിങ്ങനെ അട്ടിയിട്ട് ലെയറായി ഒന്നിന്റെ മേലെ ഒന്ന് വെച്ച് ഹ്യൂജ് അല്ലെ, വലിയ ടോൾ ആയിട്ടുള്ള ഒരു സംഭവം ആക്കുക. അതൊരു ബ്രിഡ്ജ് ആണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കൂമ്പാരം, സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ ക്യാഷിന്റെയോ ബോക്സസിന്റെയോ ലോക്കറിന്റെയോ എന്തിന്റെ ആണെങ്കിലും കൂമ്പാരം ഉണ്ടാവുക. ഓക്കെ, അപ്പം ഹൈറ്റ് എന്നുള്ള ഒരു അർത്ഥം. ഖിൻതാർ എന്ന് പറയുമ്പോൾ ഹീപ്പപ്പ് ചെയ്യുക, അട്ടിയാക്കി വെക്കുക എന്നുള്ള ഒരു അർത്ഥം. ഇനി ഖിൻതാർ എന്ന് പറഞ്ഞ വാക്ക് ഇത് നമ്മളിപ്പം ലിറ്ററൽ ആയിട്ടുള്ള അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥമാണ്. പക്ഷെ ഖിൻതാർ ഉപയോഗിക്കുന്നത് നമ്മളെ പണം അളക്കാനുള്ള ഒരു യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു പൈസന്റെ ഏതെങ്കിലും ഒരു കറൻസിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് പഴയ കാലഘട്ടത്തിൽ. ഓക്കെ, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ എമൗണ്ട് അത് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കുറെ അഭിപ്രായങ്ങൾ, ഏകദേശം 10ഓളം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഖിൻതാറിന്റെ കാര്യത്തിൽ. അത് ഓരോ സ്ഥലത്തും ഓരോ കാലഘട്ടത്തിലും അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സയ്യിദ് ഇബ്നു ജുബൈർ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഖിൻതാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100,000, അതായത് 1,00,000 ദീനാറാണെന്നാണ് പറയുന്നത്. 1,00,000 ദീനാർ. വേറെ ചിലരുടെ അഭിപ്രായത്തിൽ 80,000 ദിർഹം ആണെന്ന് പറയുന്നുണ്ട്. എന്താണ് ആണെങ്കിലും, ദിനാർ ആണെങ്കിലും ദിർഹം ആണെങ്കിലും 1,00,000 80,000 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെയാ വെക്കുക, എങ്ങനെയാ സ്റ്റോർ ചെയ്യുക? അട്ടിയല്ലേ, അത് ഒന്നിന്റെ മേലെ ഒന്നായിട്ട് ഹീപ്പ് ചെയ്തിട്ട് വെക്കണം. വേറെ ചിലർ പറയുന്ന അത് 100 റിത്തൽ ഓഫ് ഗോൾഡ്, സ്വർണത്തിന്റെ 100 റിത്തൽ ആണെന്ന്. ഓക്കെ, അതായത് റിത്തൽ എന്ന് പറഞ്ഞാല് ഏകദേശം 100 കിലോ ആണ്. അപ്പം 100 റിത്തൽ എന്ന് പറഞ്ഞാല് 100 into 100 കിലോ. സുബ്ഹാനല്ലാഹ്. വേറെ ചിലർ പറയുന്നത് അത് 1000 മെഖ്താലിനേക്കാളും കൂടുതലാണ്. അപ്പം ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് എന്താണ് ഖിൻതാർ എന്നുള്ളതിന്. ഓക്കെ, എമൗണ്ട്, വെയിറ്റ്, അല്ലെങ്കിൽ ഒരു അളവ്, വാല്യൂ, അങ്ങനെ പല രീതിയിലും ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ വേറെ ചില അഭിപ്രായത്തിൽ ഖിൻതാർ എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള അളവുള്ള സമ്പത്തല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വെയിറ്റ് ഉള്ള സ്വർണമോ വെള്ളിയോ അല്ല, പകരം അത് മാലുൽ കസീർ ആണെന്ന്. അതായത് ധാരാളം മാലെന്താണ്? സമ്പത്ത് അല്ലെ, കുറേ എമൗണ്ട് ഓഫ് സമ്പത്തിനാണ് ഖിൻതാർ എന്ന് പറയുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അതായത് ഒരു ലിമിറ്റ് നമുക്ക് വെക്കാൻ പറ്റൂല. ചിലപ്പോൾ അത് 1,00,000 ആവാം, അല്ലെങ്കിൽ 10,00,000 ആവാം, 1 കോടി ആവാം. അതിനൊരു ലിമിറ്റ് ഇല്ലാണ്ട് മാലുൽ കസീർ, ധാരാളം ഉള്ള സമ്പത്തിന് ഖിൻതാർ എന്ന് പറയുന്നുണ്ട്. അപ്പം ആളുകൾക്ക് എന്താ ഇഷ്ടം ഇവിടെ? ഖിൻതാർ അല്ല, ഖനാതീർ, അതിന്റെ പ്ലൂറല്. സുബ്ഹാനല്ലാഹ്, അൺലിമിറ്റഡ് എമൗണ്ട് ആയിട്ടുള്ള സ്വത്തിനാണ് ഇഷ്ടം. ഹ്യൂജ് സം, ഒരു ഫുൾ സ്റ്റോപ്പ് നമുക്ക് ഇടാൻ പറ്റാത്ത, എത്ര അധികം, എത്ര സീറോ അപ്പുറത്ത് ഇടാൻ പറ്റുമോ അത്രയും ഇട്ട് കൊടുക്കുന്ന സമ്പത്തിനാണ്, ഖനാതീറിനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അതെന്താണ്? അൽ മുഖന്തറ ആണ്, അത് അക്യുമുലേറ്റ് ചെയ്തത്, കൂമ്പാരമാക്കി കുന്നുകൂട്ടി വെച്ചത്. മുഖന്തറയും സെയിം റൂട്ടാണ്, ഖാഫ് നൂൻ തോ റ. ഓക്കെ, കുന്നുകൂട്ടി വെച്ചിട്ടുള്ള സമ്പത്ത്. ഖിൻതാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? അത് അട്ടിക്ക് വെച്ചതാണ് അല്ലെ. മുഖന്തറ എന്ന് പറഞ്ഞാൽ ആ അട്ടിക്ക് വെച്ചതിനെ
പിന്നെയും കൂടുതൽ കളക്ട് ചെയ്ത് വെക്കുക. ഒരട്ടിയൊന്നും പോരാ, അത് വീണ്ടും വീണ്ടും കൂട്ടി വെക്കുക. മുഖന്തറനെ പല രീതിയിൽ മനസ്സിലാക്കാം. ഒന്നാമത് ഖനാത്തീർ അല്ലെങ്കിൽ മുഖന്തറ എന്ന് പറയുന്നത്, അതായത് ഖനാത്തീറിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് പെരുക്കുക, പല മടങ്ങാക്കുമ്പോഴാണ് അത് മുഖന്തറ ആവുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖനാത്തീർ എന്ന് പറയുമ്പോൾ 3ആണ്, മുഖന്തറ എന്ന് അതായത് മൂന്നെന്ന് പറയുന്നത് തന്നെ വലിയ വലിയ അട്ടിയാണ് കേട്ടോ. കുന്നുകൂടിയ 3ആണ് ഖനാത്തീർ. മുഖന്തറ എന്ന് പറഞ്ഞാല് അതിനെ പെരുക്കുക, 3 കൊണ്ട് പെരുക്കിയിട്ട് 9ആണ് മുഖന്തറ. സുബ്ഹാനല്ലാഹ്. അതായത് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള ഒരു അർത്ഥം, 3 multiplied by 3. ഓക്കെ. മുഖന്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മടങ്ങാക്കി വർദ്ധിക്കുക എന്നുള്ള അർത്ഥം. അപ്പം ആൾക്കാർക്ക് ഖനാത്തീറും പോരാ, അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലെ എത്രത്തോളം മടങ്ങാക്കാമോ അത്രത്തോളം. സുബ്ഹാനല്ലാഹ്. 2ഓ 3ഓ ഇതൊന്നും പോരാ, അതിന്റെ എത്രത്തോളം ഇരട്ടിയാണോ അത്രത്തോളം. ഒരു സെറ്റ് ജ്വല്ലറി പോരാ, വേറൊരു സെറ്റും കൂടെ അല്ലെ, ഒരു വേറെ ടൈപ്പ് കല്ലുള്ള, വേറെ ടൈപ്പ് കളറുള്ള ജ്വല്ലറി അല്ലെ, ഡയമണ്ട് ഉള്ള, അതുള്ള, ഇതുള്ള എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 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 പല ടൈപ്പ്. സ്വർണം മാത്രമല്ല, എന്തൊരു കാര്യമാണെങ്കിലും കുറെ ടൈപ്പ്. ഇനി രണ്ടാമത്തെ അർത്ഥം മുഖന്തറ എന്ന് പറയുമ്പോൾ, ആദ്യത്തെ നമ്മൾ പറഞ്ഞു പെരുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തത് അക്യുമുലേറ്റ് ചെയ്യുക, കൂട്ടി വെക്കുക. ഓക്കെ. ഓൾറെഡി ഖനാത്തീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ കൂമ്പാരാണ്. അങ്ങനത്തെ കുറെ കൂമ്പാരങ്ങൾ വീണ്ടും കൂട്ടുക, അട്ടിയാക്കിയിട്ട് വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടേയിരിക്കുക. ശരിക്കും ഇതിന് പല ഡയമെൻഷനിൽ അർത്ഥം പറയാവുന്ന ഒരു കാര്യമാണ്. മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അളവില്ലാത്ത സമ്പത്ത്, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചതുപോലെ അളവില്ലാത്ത എത്രത്തോളം കൂമ്പാരം കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം. അത് മനുഷ്യന്മാരുടെ എന്തിൽ പെട്ടതാണ്? ഷഹവാത്തിൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അവർക്ക് പറയാം, എനിക്ക് ഇത്രയും ലോക്കറുകൾ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇത്രയും സ്വർണത്തിന്റെ കട്ടി, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. സുബ്ഹാനല്ലാഹ്. സോ ഖനാത്തീരിൽ മുഖന്തറ സമ്മറൈസ് ചെയ്യുമ്പോൾ, ഖനാത്തീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ഓഫ് സ്വത്ത്. ഓക്കെ. ധാരാളമുള്ള സ്വത്ത്, അത് പൈലപ്പ് ചെയ്തത്, അട്ടിയാക്കി വെച്ചത്. അപ്പൊ കുറെ ഉണ്ടാവുമ്പോ നമ്മൾ എങ്ങനെ അതാക്കുക, അതിനെ കുന്നാക്കിയിട്ട് നമ്മൾ വെക്കും അല്ലെ. മുഖന്തറ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഖനാത്തീറിനെ പലതവണ മൾട്ടിപ്ലൈ ചെയ്ത, പല മടങ്ങാക്കി പെരുക്കുക. അതല്ലെങ്കിൽ ആ ഖനാത്തീറുകള് വീണ്ടും അട്ടിയാക്കിയിട്ട് അതിന്റെ കുറെ കൂമ്പാരങ്ങൾ ഉണ്ടാക്കുക. സുബ്ഹാനല്ലാഹ്. അതായത് അവരുടെ കയ്യിൽ ബേസിക്കലി കുറെ സംരക്ഷിക്കപ്പെട്ടതുണ്ട്. അവരുപയോഗിക്കുന്ന പണം, ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഒരു സൈഡിൽ ഉണ്ടാവും, പക്ഷെ അതിന്റെ പുറമെ അവർക്ക് പ്രിസർവ് ഉണ്ടാവും, സൂക്ഷിച്ചു വെച്ച സെപ്പറേറ്റ് ആയിട്ടുള്ള ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ചില ആളുകൾക്ക് അതിഭയങ്കരമായ ഒരു ഇച്ഛ കാണാം അല്ലെ സ്വത്തിനോട്. അവര് ഏതറ്റം വരെയും പോവും, പൈസ ഉണ്ടാക്കാനും പൈസ സംരക്ഷിക്കാനും അല്ലെ, ഒരു 5 പൈസ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഏതറ്റം വരെയും പോവും. എത്ര വേണമെങ്കിലും ചിന്തിക്കും, എത്ര വേണമെങ്കിലും എഫേർട്ട് എടുക്കും. സുബ്ഹാനല്ലാഹ്. അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും. സ്റ്റിൽ അവരെന്താ ചെയ്യുക? വീണ്ടും സേവ് ചെയ്ത്, വീണ്ടും അധ്വാനിച്ച്, വീണ്ടും ഉണ്ടാക്കി, വീണ്ടും ബിസിനസ് ചെയ്ത്, വീണ്ടും ഉണ്ടാക്കി അല്ലെ. അങ്ങനെ കുറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ശരിക്കും പൈസന്റെ കാര്യത്തിൽ നമുക്കറിയാലേ, ഒരു പോയിന്റ് വരെ യെസ് നമുക്ക് ആവശ്യമുണ്ട്, നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു ലിമിറ്റ് വരെ. ഒരു വീട് അല്ലെ, ആവശ്യത്തിന് സഞ്ചരിക്കാനുള്ള ഒരു വണ്ടി, ഇനിയിപ്പോ നമ്മൾ എവിടെയെങ്കിലും ദൂരെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, അതിന് ആവശ്യമുള്ള ഒരു പൈസ, പിന്നെ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളും കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടത്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഉണ്ടാവുമ്പോൾ ഓൾമോസ്റ്റ് യൂസ്ലെസ് ആണ് അല്ലെ, അത് അവിടെ കിടക്കാനുള്ളതാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പോലും പറ്റില്ല. ലക്ഷറിന്റെ അപ്പുറത്തേക്കാവുമ്പോ അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ആൾക്കാരൊക്കെ എന്താ ആവശ്യം? മോർ ആൻഡ് മോർ ആൻഡ് മോർ അല്ലെ. ഖനാതീരിൽ മുഖന്തറ. ഇതും എന്താണ്? ഒരു ടെസ്റ്റ് ആണ്. എത്ര സമയം നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്, എത്ര എഫേർട്ട് നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്, പൈസ ഉണ്ടാക്കാനും പൈസനെ സംരക്ഷിക്കാനും അല്ലെ. പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എത്രത്തോളം സമയം അതിന്റെ പിന്നാലെ ഓടുന്നുണ്ട്, എത്ര എനർജി നിങ്ങൾ അതിനു വേണ്ടി എടുക്കുന്നുണ്ട്, എത്ര സമയം നിങ്ങൾ, എത്ര അധ്വാനം, എത്ര ചിന്ത അല്ലെ നിങ്ങൾ അതിൽ ചെലവഴിക്കുന്നുണ്ട്, എത്ര സമയം നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ഗോളിന് വേണ്ടിയിട്ട്, ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ട്. ആൾക്കാർ പൈസ ഉണ്ടാവാൻ ഇഷ്ടം തന്നെയാണ്, ഇച്ഛ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇഷ്ടം തന്നെയാണ് അല്ലെ. ആളുകൾ എന്താ വിചാരിക്കുന്നത്? ലക്ഷറീസ് അല്ലെ, ജീവിതത്തിന്റെ എല്ലാ ലക്ഷറിയും ഉണ്ടാവും കുറെ പൈസ ഉണ്ടാവുമ്പോൾ.
സന്തോഷം കിട്ടും. സത്യം പറയുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ. പൈസ ഒരുപാട് ഉള്ള ആൾക്കാർ സന്തോഷമുള്ള ആൾക്കാരാണ്? ഒരിക്കലല്ല. സന്തോഷത്തിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാന്നാ വിചാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അക്യുമുലേറ്റഡ്, അതായത് കുന്നുകൂടപ്പെട്ട കൂമ്പാരങ്ങള്, അതിന്റെ എന്തിന്റെയാണ്? മിനൽ ദഹബി വൽ ഫിദ്ദതി, സ്വർണത്തിന്റെയും വെള്ളിയുടെയും. വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദതി, അവർക്ക് കുന്നുകൂടിയ കൂമ്പാരങ്ങൾ എന്തിന്റെയാ വേണ്ടത്? സ്വർണത്തിന്റെയും വെള്ളിയുടെയും. സ്വർണം എന്നുള്ള വാക്ക് ദഹബ് അല്ലെ, റൂട്ട് ദാൽഹബ, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദഹബ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എല്ലാവർക്കും അറിയാല്ലേ, പോയി, പോകുന്ന സാധനമാണ് അത്. സുബ്ഹാനല്ലാഹ്. ഇതാണ് സ്വർണത്തിന്റെ യാഥാർത്ഥ്യം അല്ലെ. അതങ്ങനെ പോയിപ്പോ നമ്മളടുത്ത് നിൽക്കൂലല്ലേ. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ബേജാറാവും, ഇത് പോയി പോവെന്നുള്ള ബേജാറ് അത് വേറെ ഉണ്ടാവും സ്വർണത്തിന്റെ കാര്യത്തില്. അപ്പൊ മൂപ്പര് പോവാനുള്ളതാണ് ദഹബ്. ഇനി ഫിദ്ദ, ഫിദ്ദ ഫ ളാദ് ളാദ്. ഫദ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കാറ്റർ ചെയ്യുക, അതായത് ചെതറി പോവുക, കൂട്ടം പിരിഞ്ഞു പോവുക എന്നുള്ള അർത്ഥമാണ് ഫദ്ദ് അല്ലെ. ലൻഫദ്ദു മിൻ ഹൗലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അല്ലെ, അവര് നിന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോവായിരുന്നു, ചെതറി പോവായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഫിദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കാറ്റർ ചെയ്യുന്ന, ഡിസ്പേഴ്സ് ചെയ്യുന്ന, പിരിഞ്ഞു പോകുന്ന സാധനം. സിൽവറിന്റെ കാര്യത്തിൽ, സ്വർണത്തിന്റെ കാര്യത്തിൽ ഇത് ശരിയാണല്ലേ. എത്ര തന്നെ ഒരു വ്യക്തി കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അവസാനം എന്താ ചെയ്യുക? അതങ്ങ് ഡിവൈഡ് ചെയ്ത് പോകും അല്ലെ. അയാൾ മരിക്കുമ്പോൾ അത് ആർക്കൊക്കെയോ പോകും. ഇനി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആണെങ്കിലും അത് അല്ലെ പല രീതിയിൽ അത് നഷ്ടപ്പെട്ടു പോകും. ഒന്നുമില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുകയും വേണം. മിനൽ ദഹബി വൽ ഫിദ്ദതി. ശരിക്കും ഇവിടെ ഗോൾഡും സിൽവറും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണ്? കാരണം അതിനേക്കാളും വില കൂടിയ മെറ്റൽസ് ഒക്കെ ഇല്ലേ അല്ലെ. പ്ലാറ്റിനത്തിന് ഇതിനേക്കാളും വിലയാ. പക്ഷേ എന്തുകൊണ്ടാണ് ഗോൾഡും സിൽവറും, സ്വർണ്ണവും വെള്ളിയും മാത്രം ഇവിടെ പറഞ്ഞത്? ആൾക്കാർക്ക് ഇഷ്ടം ഇതിനോടാണ് അല്ലെ. ജനറലി നോക്കുമ്പം കുറേ ഗ്ലോബലി നോക്കുമ്പം, ഇന്റർനാഷണലി നോക്കുമ്പം, പല കൾച്ചറുകളിൽ നോക്കുമ്പം, പല സംസ്കാരങ്ങളിൽ നോക്കുമ്പം, പല രാജ്യങ്ങളിലേക്ക് നോക്കുമ്പം ആൾക്കാർക്ക് പൊതുവെ കൂടുതൽ ഇഷ്ടം എന്തിനോടാണ്? സ്വർണത്തിനോടും വെള്ളിയോടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അല്ലെ സ്വർണം വെള്ളിയും ഭയങ്കര ഇഷ്ടമാണ്. എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഇഷ്ടമാണ്. നാച്ചുറൽ ആണ് അല്ലെ. അത് ആ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഇതൊരു ടെസ്റ്റാണ്. എത്രത്തോളാണ് അതിന്റെ പിന്നാലെ പോകുന്നത്, അതോ എത്രത്തോളാണ് ജീവിതത്തിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നത്. എത്രത്തോളം എനർജിയാണ്, സമയമാണ് ഈ സംഭവത്തിന്, സ്വർണവും വള്ളിയും ഉണ്ടാക്കാനും വാങ്ങാനും അതിനെ സംരക്ഷിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും വേണ്ടി നിങ്ങൾ കളയുന്നത്. നിങ്ങളുടെ ആക്ഷൻസ് കൂടുതൽ എന്തിന്റെ മേലെയാണ്, അത്രത്തോളാണ് നിങ്ങൾ അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതും ഒരു ടെസ്റ്റാണ്. വേറെന്താ? വൽ ഖൈലിൽ മുസവ്വമ, ബ്രാൻഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ലക്ഷണമൊത്ത മാർക്ക് ചെയ്യപ്പെട്ട കുതിരകൾ. പിന്നെ പറഞ്ഞിരിക്കുന്നത് വൽ അൻആം, കാലികള് അല്ലെ, മേയപ്പെടുന്ന കന്നുകാലികള്. വൽ ഹർസ്, ഉഴുതു മറക്കപ്പെട്ട കൃഷിയിടങ്ങൾ. ഇതെല്ലാം അള്ളാഹ് പറയുന്നു ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, ഇതെല്ലാം ഈ ദുനിയാവിന്റെ ടെമ്പററി, താൽക്കാലികമായ എൻജോയ്മെന്റിൽ പെട്ടതാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അവന്റെ അടുത്താണ് ഏറ്റവും ഉത്തമമായ മടക്കസ്ഥാനം. ഇവിടെ സുയ്യിന ലിന്നാസി ഹബ്ബു ഷഹവാതി മിനൻ നിസാ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അവരുടെ ഇച്ഛകള് പല രീതിയിൽ അല്ലെ, പലതരത്തിലുള്ള ഇച്ഛകളോടുള്ള ഇഷ്ടം ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. ആൻഡ് കുറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കാരണം ഇച്ഛകള് ഉണ്ടാവാന്നുള്ളതും അതിനാവശ്യത്തിന്റെ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതും ഓക്കെ. പക്ഷെ അത് എക്സസീവായിട്ട് അതിന്റെ പിന്നാലെ പോവുക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതിനു വേണ്ടി സമയം ചെലവഴിക്കുക, എന്തൊരു കാര്യമാണെങ്കിലും ഓക്കെ, അത് നമ്മള് സ്വർണം വെള്ളി എന്നൊക്കെ പറയുന്ന പോലെ സമ്പത്തിന്റെ ഭാഗമായിട്ട് അല്ലെ, സമ്പത്ത് ഉണ്ടാക്കാനും സമ്പത്തിനെ സംരക്ഷിക്കാനും നമ്മൾ ഓൺ ചെയ്യുന്ന എന്തൊരു സംഭവമാണെങ്കിലും, എന്തൊരു സാധനമാണെങ്കിലും അതിനെ സംരക്ഷിക്കാനും, അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഇച്ഛകള് സംരക്ഷിക്കാനും വേണ്ടി കുറേ എന്തൊക്കെ അതിന്റെ പേരിൽ നമ്മൾ ആക്ഷൻ ഇടുമ്പോഴും അതൊക്കെ കംപ്ലീറ്റ്ലി ഫൈൻ ആണെന്ന് നമ്മൾ സ്വയം അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനെ ഭംഗിയാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ അള്ളാഹ് ഇട്ട് കൊടുത്തിട്ടുള്ള ഇഷ്ടമാണ്. ഓക്കെ, അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ നാച്ചുറൽ ആയിട്ടുള്ളതല്ലേ, അപ്പൊ അതിനോട് ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോഴും അത് ഓക്കെ ആണെന്നുള്ള ഒരു തോന്നൽ സുയ്യന. അതിൽ പെട്ട ഇഷ്ടങ്ങളാണ് മിനൻ നിസാ, സ്ത്രീകള്, വൽബനീന ആൺമക്കള്, വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദതി, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങള്,
കണക്കില്ലാത്ത അത്രയും. ഓക്കെ, നമുക്ക് ഇതൊക്കെ അള്ളാഹ് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് അല്ലെ. ആൾക്കാർ അധികവും അല്ലെ, ലോകത്തിലെ മെജോറിറ്റി ആളുകളും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ ടാലന്റ് ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ പറഞ്ഞ സാധനത്തിന് വേണ്ടിയിട്ട് അല്ലെ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഏത് സമൂഹത്തിലേക്ക് നോക്കി കഴിഞ്ഞാലും ഒരാളുടെ ജീവിതത്തിന്റെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നത് എന്തിനാ? ഒന്നെങ്കിൽ പൈസ ഉണ്ടാക്കാൻ, ഇനി അതല്ലെങ്കിൽ ഭാവിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കില്ലുകൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. സ്കൂളിൽ പോവാ, എഡ്യൂക്കേഷൻ നേടുക, പൈസ ഉണ്ടാക്കുക. അവർ പഠിക്കുന്നതും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? സൂറത്ത് അൻഫാലില് ആയ നമ്പർ 28, അറിയുക, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണോപാധികൾ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അതുണ്ടായി കഴിഞ്ഞാല് നിങ്ങൾ സമ്പത്ത് അല്ലെ, സമ്പത്താണെങ്കിലും സന്താനാണെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് പരീക്ഷണമാണ്. നിങ്ങൾ എത്ര സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പരീക്ഷണമാണ്. എത്ര അത് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ ഒരു സൈഡ് നോട്ട് പറയാം. ഇതൊക്കെയും ടെസ്റ്റാണ്. സമ്പത്ത് ഉണ്ടാക്കല് അല്ലെ, സമ്പത്ത് ടെസ്റ്റാണ്, കുട്ടികളുടെ ടെസ്റ്റാണ്, ഇതുപോലെ എല്ലാം പരീക്ഷണങ്ങളാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം അല്ലെ. അതായത് ഈ പറഞ്ഞ ഓരോ സാധനങ്ങളും എങ്ങനെയാ ഉണ്ടാക്കുക എന്ന് പഠിക്കുക മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ അല്ലെ. പൈസ എങ്ങനെയാ ഉണ്ടാക്കുക, കുറേ സമ്പത്ത് എങ്ങനെയാ ഉണ്ടാക്കുക, വീട് എങ്ങനെയാ ഉണ്ടാക്കുക, അതൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ ഇതൊക്കെ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു തരുമ്പം ഈ ടെസ്റ്റിൽ എങ്ങനെയാ വിജയിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും പഠിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ നമ്മളെ മക്കൾക്ക് പോലും കൊടുക്കുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു സെറ്റപ്പ് അങ്ങനെ അല്ലെ. പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കും. പക്ഷെ ഈ ഉണ്ടാക്കുന്ന പൈസ ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ എങ്ങനെയാ വിജയിക്കാൻ നമ്മൾ പഠിപ്പിക്കൂല അല്ലെ. അപ്പൊ ശരിക്കും നമ്മൾ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കണം. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് ആ ടെസ്റ്റിൽ പാസ്സാവാന്ന് പ്രിപ്പയർ ചെയ്യിക്കണം. എന്നിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുകയും വേണം കേട്ടോ. എന്നിട്ട് അതിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഈ ടെസ്റ്റ് ചെയ്യപ്പെടണം എന്ന് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? ഇതിന് തന്നെ വേറൊരു എക്സ്ട്രീം ഉണ്ട് നമ്മൾ ഇന്ന് ദുനിയാവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ടെസ്റ്റ് എഴുതൂല, ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പറയുന്ന ഒരു വിഭാഗം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഭൂമിയിലേക്ക് തരുകയും ചെയ്തു. എല്ലാ മനുഷ്യന്മാരുടെ ഉപയോഗത്തിനാണെന്ന് പറയുകയും ചെയ്തു അല്ലെ. ഇതെല്ലാം ടെസ്റ്റ് ആണെന്നും പറഞ്ഞു. ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് സ്വർഗമുള്ളൂ അല്ലെ. പക്ഷെ ഞാൻ എന്താക്കും? ഈ ടെസ്റ്റ് എഴുതേ ഇല്ല, ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെങ്ങനെ പാസ്സാവാന്ന് ഞാൻ പഠിക്കും. ഓക്കെ, പൈസ എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പഠിക്കും. അതിന്റെ എല്ലാ നിയമവശങ്ങളും ഞാൻ പഠിക്കും. സക്കാത്ത് എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് പഠിക്കും. ആളുകളുമായിട്ട് ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പഠിക്കും. അമുസ്ലിങ്ങളുമായിട്ട് ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പഠിക്കും. ഒക്കെ ഞാൻ പഠിക്കും. ഞാൻ പ്രിപ്പയർ ചെയ്യും. പക്ഷേ ടെസ്റ്റ് ഞാൻ എഴുതൂല. സുബ്ഹാനല്ലാഹ്. ഈ പറഞ്ഞ എല്ലാം ഹറാമാക്കുന്ന ഒരു സിസ്റ്റം അല്ലെ. പൈസ ഉണ്ടാക്കാൻ പാടില്ല, വിദ്യാഭ്യാസം നേടാൻ പാടില്ല അല്ലെ, അതിലേക്കൊന്നും പോകാൻ പാടില്ല, അങ്ങനെ പലതും ചെയ്യാതെ അതിനുള്ള സ്ട്രെങ്ത് അല്ലെ, പരീക്ഷ ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് നേടാത്ത ഒരു എക്സ്ട്രീം. സുബ്ഹാനല്ലാഹ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതേ ഹറാമുള്ളൂ. അള്ളാഹു ഹറാമാക്കാത്ത കാര്യം നമ്മൾ ഹറാമാക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ അല്ലെ, അൽ ഹക്കീമായ റബ്ബിന്റെ അല്ലെങ്കിൽ ഹുക്കുമ നിയമം കൊണ്ടുവരുന്ന റബ്ബിന്റെ റോള് നമ്മളങ്ങ് ഏറ്റെടുക്കുകയാണ്. ഷിർക്കിന്റെ ചെറിയൊരു അംശമാണത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് ഹറാമാക്കാത്ത കാര്യങ്ങൾ ഹറാമാക്കുക, അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടെസ്റ്റ് ഉണ്ടാവും ഉറപ്പുള്ളത് കൊണ്ട് ടെസ്റ്റ് ഫേസ് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ നമ്മളെ മക്കളെ അടക്കം എല്ലാത്തിനും സംരക്ഷിച്ചിട്ട് അവരെ വീട്ടിലിരുത്തിയിട്ട് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ടെസ്റ്റ് ചെയ്യാതെ ടെസ്റ്റ് പാസ്സാവാതെ അടുത്ത ലെവലിലേക്ക് പോയ ആൾക്കാരെ നിങ്ങൾക്ക് അറിയോ അല്ലെ? നമ്മൾ പലതരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസും പല ലെവലിലുള്ള എക്സാംസ് എഴുതുന്ന ആൾക്കാരാണ് അല്ലെ. ടെസ്റ്റ് എഴുതി ക്ലിയർ ആവാണ്ട് അടുത്ത ലെവലിലേക്ക് പോയ ആൾക്കാരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? പ്രിപ്പയർ ചെയ്തത് കൊണ്ട്, ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഫുൾ ഡിഗ്രി എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ പരീക്ഷ എഴുതൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലെവലിന് അടുത്ത ലെവലിലേക്ക് പാസ്സാക്കുമോ? ഇല്ലല്ലേ. അപ്പൊ കുട്ടികളെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രിപ്പയർ ചെയ്യിക്കുകയും വേണം. അവർ ടെസ്റ്റ് ഫേസ് ചെയ്യണം. പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പണത്തിനകത്തുള്ള ടെസ്റ്റുകൾ ഉണ്ട്. അത് എക്സസ് ആയി പോവാതിരിക്കുക, അതിനകത്ത് സക്കാത്ത് കൊടുക്കുക, അത് ഡീൽ ചെയ്യുന്നതിലുള്ള നിയമങ്ങൾ പാലിക്കുക, അത് ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നിയമങ്ങൾ പാലിക്കുക, ജോലി സ്ഥലത്ത് ആളുകളുമായിട്ട്, പഠിക്കുന്ന സ്ഥലത്ത് ആളുകളുമായിട്ട് എല്ലാ നിയമങ്ങളും പഠിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ടെസ്റ്റിലൂടെ കടന്നു പോകുന്നുള്ളൂ. ഓക്കെ, പക്ഷെ നമുക്ക്
നമ്മളും പോകൂല, നമ്മളെ മക്കളെയും പറഞ്ഞയക്കൂല, അവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞയക്കില്ല, പക്ഷെ പഠിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളെ ദീൻ എന്ന് പറയുന്നുണ്ടല്ലോ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണ്. അത് ഈമാനിലും നമ്മളെ അടുത്തടുത്ത ലെവലുകളിലേക്ക് പോകണം, ആക്ഷനിലും അടുത്തടുത്ത ലെവലുകളിലേക്ക് പോകണം. ഇതെല്ലാം എന്തിലൂടെയാണ്? എൽമിലൂടെയാണ്. എൽമ നേടുമ്പോഴേ ഈമാനും ഉണ്ടാവുള്ളൂ. കാരണം ഈമാൻ എന്ന് പറയുന്നത് എന്താ? വൈബായിട്ടുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസം അല്ലെ. അത് പഠിക്കാതെ കിട്ടുമോ ഈമാൻ? അതെന്താന്ന് മനസ്സിലാക്കണ്ടേ. അപ്പം എൽമ നേടുമ്പം ഈമാനും നമ്മൾ സ്ട്രോങ് ആവണം. ഈമാൻ സ്ട്രോങ് ആവുമ്പോൾ നമ്മളെ അമലും സ്ട്രോങ് ആവണം. ഏതെല്ലാം അള്ളാഹു ഹലാലാക്കിയ ഏരിയ ഉണ്ടോ അവിടത്തൊക്കെ അമലുകള് കൗണ്ട്സ്. ഓക്കെ, നമുക്ക് പറ്റുന്ന, നമുക്ക് അനുവദനീയമാക്കിയിട്ടുള്ള എല്ലാ ഏരിയകളിലെയും ആക്ഷനുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം, ആ ടെസ്റ്റ് ഫേസ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡ് ആവുമ്പം, ആ ടെസ്റ്റ് ഫേസ് ചെയ്തിട്ട് പാസ്സാവുമ്പോഴാണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റൂല. നമ്മൾ ദീനിലെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഈമാനിലും അമലിലും കൂടെയുള്ള ഇംപ്രൂവ്മെന്റ് ആണ്, എൽമില് മാത്രമുള്ള ഇംപ്രൂവ്മെന്റ് അല്ല. ഓക്കെ, എൽമില് മാത്രം കുറെ ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാര് പഠിപ്പിക്കുന്നത് ആരെയാ? അമല് ചെയ്യുന്ന ആൾക്കാരെ അല്ലെ. എങ്ങനെയാ പഠിപ്പിക്കാൻ പറ്റുക? പഠിപ്പിക്കാൻ പറ്റൂല. ഓരോ ഫേസിലും നമ്മൾ പരീക്ഷണങ്ങൾ നേരിട്ട് വിജയിക്കുമ്പോഴേ പ്രാക്ടിക്കൽ നോളജ് ഉള്ള ആളുകൾക്കേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പറഞ്ഞ, കാരണം ഇങ്ങനെ ഒരു ട്രെൻഡ് വേറൊരു ലെവലിൽ നല്ലപോലെ നടക്കുന്നുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞില്ല, എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ മക്കളെ ഒന്നും പഠിപ്പിക്കാണ്ട്, ഐഹിക വിദ്യാഭ്യാസം ഒന്നും പഠിപ്പിക്കുന്നില്ല, അവര് ഖുർആൻ മാത്രം പഠിച്ച്, ഖുർആൻ പഠിച്ച് പഠിപ്പിക്കുമ്പം ഖുർആനിൽ നമുക്ക് കിട്ടുന്ന നോളജ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എങ്ങനെയാ, ഈ പരീക്ഷണം നേരിടുന്നത് എങ്ങനെയാന്ന് പഠിപ്പിക്കുന്നതാണ് ഖുർആനിലുള്ള നോളജ്. അത്രയും അല്ലേ. ഓരോ ആയത്തും നമ്മളെ അടുത്ത് എന്താ പറയുന്നത്? അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സിറ്റുവേഷൻ നിങ്ങൾ എന്താണ്, ഈ എന്തിനാ പലിശയുടെ ആയത്തും സക്കാത്തിന്റെ ആയത്തും കടത്തിന്റെ ആയത്തും ഒക്കെ പറഞ്ഞത്? അതൊക്കെ ഹറാമാന്ന് അങ്ങോട്ട് പറഞ്ഞ പൈസയെ ഹറാമാന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇല്ലല്ലേ. ഇത് ഓരോന്ന് നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഈ ടെസ്റ്റുകൾ പാസ്സാവേണ്ട നിയമങ്ങളാ ഖുർആനിൽ പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ കുട്ടികൾ ഇത് എങ്ങോട്ടും വിടാണ്ട് നിങ്ങൾ ഈ ഖുർആൻ പഠിപ്പിച്ചിട്ട് പ്രാക്ടിക്കൽ ആര് തരും? തിയറി കൊണ്ട് ജയിക്കോ? ടെസ്റ്റ് പാസ്സാവോ? പരീക്ഷ പാസ്സാവാണ്ട് അടുത്ത ലെവലിലേക്ക് പോവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു ഇന്റേണൽ സ്ട്രെങ്ത് ഇല്ലാത്ത മക്കളെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറ്റണം. മക്കളെ പഠിപ്പിക്കുക, ഐഹികമായതും പഠിപ്പിക്കുക, പക്ഷെ അത് എന്തിനാ വേണ്ടിയാന്നും കൂടെ പഠിപ്പിക്കുക. ഇത് നീ നേടുന്ന സമ്പത്ത് നിനക്കൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ ജയിക്കാൻ വേണ്ടിയാണ് നീ പഠിക്കേണ്ടത്. അപ്പൊ ദീൻ പഠിക്കേണ്ടത് എന്തിനാണ്? ഈ ദുനിയാവ് പഠിക്കേണ്ടത് എന്തിനാണ്? യെസ്, പരീക്ഷണത്തിലേക്ക് എൻ്റർ ചെയ്യാൻ. ദീൻ പഠിക്കേണ്ടത് എന്തിനാണ്? പരീക്ഷണത്തിൽ പാസ്സാവാൻ. ഇത് രണ്ടും വേണം. കാരണം അള്ളാഹ് ദുനിയാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെ, അള്ളാഹ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹിന്റെ ഹിക്മത്തിനെ കളിയാക്കല്ലേ നമ്മൾ? സുബ്ഹാനല്ലാഹ്. ശരിക്കും ഒരുപാട് ചിന്തിക്കണം കേട്ടോ.